തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. എന്ന് പറഞ്ഞ അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. മോശ വീണ്ടും റഫറൻസിൽ വരാൻ കണ്ട, മോശയും ദൈവവും തമ്മിൽ എന്താ പറയണത്? വഴികളാണ് മോശയ്ക്ക് വെളിപ്പെടുത്തുന്നത്. പിന്നെ ഉള്ള കക്ഷി ആരാണ്? ജനമാണ്, ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനത്തിന് എന്താ വെളിപ്പെടുത്തുന്നത്? പ്രവർത്തികൾ. എന്ത് നടക്കുന്നു? ജോലി കിട്ടുന്നു, വിവാഹം നടക്കുന്നു, 20 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നു, എന്ത് നടക്കുന്നുവെന്നാണ് ജനങ്ങളോട് പറയണത്. പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്ന ജനങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കാളുപരി മോസസും നീയും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് നീയും ദൈവവും തമ്മിൽ ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നത്. കാര്യം എന്താണ്? പ്രവർത്തികളാണ് ജനത്തിന് വെളിപ്പെടുത്തുന്നത്. മോസസിന് വെളിപ്പെടുത്തുന്നത് എന്താണ്? വഴികളാണ്. എന്തുകൊണ്ട് നടക്കുന്നു? സാധാരണ വഴികൾ. എന്തുകൊണ്ടാണിത് നടക്കുന്നത്? ഈ വിവാഹം എന്താ ഇത്രയും താമസിച്ചത്? നിങ്ങളും ദൈവവുമായിട്ട് അതിൻ്റെ പേരിൽ ഒരു ബന്ധമുണ്ടാകാൻ വേണ്ടി. എന്താ 20 കൊല്ലം ഉണ്ടാക്കാതിരുന്നിട്ട് ഇവിടെ ആൾക്കാരെ വന്നപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായത്? നീയും ദൈവവും തമ്മിൽ ബന്ധമുണ്ടാകാൻ വേണ്ടി. അതാണ് സംഭവം. അപ്പോൾ പ്രവർത്തികൾ ജനത്തിനാം, വഴികൾ ഇസ്രയേലിനുമാണ്. അപ്പോൾ വഴികൾ മോസസിനുമാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഉടമ്പടി ലക്ഷ്യം വഴികൾ വെളിപ്പെടുത്തി കിട്ടണം. നമ്മുടെ ഓരോ കാരണം, ഇപ്പം നിങ്ങൾക്ക് കടമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കളില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴിയില്ല, വീടില്ല, അതെല്ലാം ഉടമ്പടി വഴി കിട്ടുമ്പോൾ അതെല്ലാം പ്രവർത്തികളെ ആകുന്നുള്ളൂ. പക്ഷെ ദൈവം ഉദ്ദേശിക്കുന്നത് നീ ഉദ്ദേശിക്കുന്ന പ്രവർത്തികളായിരിക്കും. ദൈവം ഉദ്ദേശിക്കുന്ന പ്രവൃത്തിയല്ല, വഴിയാണ്. എന്താണ്? എന്തിനു വേണ്ടിയാണ്? വഴിയില്ലാത്ത എത്രയോ പേര് ലോകത്തുണ്ട്, മക്കളില്ലാത്ത എത്ര പേര് ലോകത്തുണ്ട്, മക്കൾ കല്യാണം ഒക്കാത്ത എത്ര പേര് ലോകത്തുണ്ട്, ജോലിയില്ലാത്ത എത്ര പേര് ലോകത്തുണ്ട്. ദെൻ വൈ യു? അങ്ങനെ ഒത്തിരി പേര് നിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിന്നെ മാത്രം എന്തിന് കൃപാസനത്തെ വിളിച്ചു, നിന്നെ മാത്രം എന്തിന് ഉടമ്പടി ഭാഗമാക്കി? അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. എന്താ കാര്യം അത്? അതായത് ദൈവത്തിൻ്റെ വഴിയാണ്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നീയും ദൈവവും തമ്മിൽ ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടാകുകയാണ് ഉദ്ദേശം. ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന 90% ആൾക്കാർക്ക് ഇതറിയത്തില്ല. അവരോർക്കണ പ്രവൃത്തിയാണെന്നാണ് അവർ ഓർക്കണത്. സാക്ഷ്യം പറഞ്ഞ് അവർ മൂടും തട്ടിപ്പോകും. പക്ഷെ ദൈവം ഉദ്ദേശിക്കുന്ന പ്രവൃത്തിയല്ല, വഴിയാണ്. എന്താണ്? ഈ ഒരു പ്രശ്നം വഴി നീയും ദൈവവും തമ്മിൽ വ്യക്തിപരമായ ബന്ധമുണ്ടാകണം. മനസ്സിലായോ? അതാണ് ഈ സങ്കീർത്തനം 103:7 എന്താ പറയുന്നത്? ദൈവമായ കർത്താവ് തൻ്റെ പ്രവൃത്തികൾ ഇസ്രായേലിനും വഴികൾ മോശയ്ക്കും വെളിപ്പെടുത്തി. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയിലൂടെ വഴിയാണ് അങ്ങ് വെളിപ്പെടുത്തണമെന്ന് മനസ്സിലാക്കി ഞാനും അങ്ങുമായി മോശയെ പോലെ വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടാകാൻ ഉടമ്പടിയിലൂടെ എന്നെ വിശേഷ വിധിയായി അഭിഷേകം ചെയ്യണം. ആരാധനയിലൂടെ